മസാല മസാല മസാല. നാരങ്ങ ഇല്ലേ, ഇതിൻ്റെ പവർ പോയില്ലേ മക്കളെ. ഉണക്കനാരങ്ങ തന്നെ വേണം. അപ്പോൾ നെട്ടാം ബോൾട്ടിൻ്റെ ടീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മദ്ഹൂദ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറഞ്ഞതെന്നുള്ള വീഡിയോ ആണ്. നമ്മളിത് റെഡിയാക്കാനായിട്ട് മന്തി റൈസ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് കുതിർക്കാനായിട്ട് കുറച്ചേരത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല, മദ്ഹൂദ് മസാല, കറുവപ്പട്ട, ബേ ലീവ്സ്, കുരുമുളക്, ഏലക്കായ, പിന്നെ 1.5 സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, 2 ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ കച്ചപ്പ്, മാഗി ക്യൂബ്സ്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2.5 കിലോ ചിക്കനാണ്. അതായത് ചിക്കൻ റെഡിയാക്കിയ ചിക്കനാണ് 2.5 കിലോ. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരച്ചെടുത്തേക്കണതാണ്. ഇത് ആവശ്യത്തിനുള്ള ഓയിൽ. നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് തീ പിടിപ്പിച്ച് കുക്കർ അടുപ്പിൽ വെക്കാം. നമുക്ക് കുക്കർ അടുപ്പിൽ വെക്കാം. നമ്മൾ 2.5 കിലോയുടെ ചിക്കനും 1 കിലോ റൈസുമാണ് എടുത്തേക്കണത്. അതിന് നമ്മൾ എടുത്തേക്കണത് ഇത് 10 ലിറ്ററിൻ്റെ കുക്കറാണ് ഇപ്പോൾ എടുത്തേക്കണത്. നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഈ മസാലയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നമ്മൾ കുറച്ച് നെയ്യോടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. സവാള ഇതിലേക്ക് ഇട്ട് വഴറ്റാം. നമുക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേനും ഈ കറുവപ്പട്ടയും മസാലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിനി ഈ കറുവപ്പട്ട, കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാല ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊക്കെ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇനി നമ്മുടെ ഉണക്കനാരങ്ങ കണ്ടിടാം. ഇനി ടൊമാറ്റോ കച്ചപ്പ് 2 ചെറിയ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കട്ടിയെടുക്കാം. ഇനി മാഗി ക്യൂബ് 2 ചെറിയ പീസ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി ചെറിയ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മസാല മസാല മസാല. നാരങ്ങ ഇല്ലേ, ഇതിൻ്റെ പവർ പോയില്ലേ മക്കളെ. ഉണക്കനാരങ്ങ തന്നെ വേണം. നമ്മുടെ മസാല ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. 4 പീസായിട്ടാട്ടോ ഒരു ചിക്കൻ കണ്ടിച്ചേക്കണേ. 2.5 കിലോ ചിക്കനുണ്ട്. ഇങ്ങനെ നമുക്ക് ഇളക്കി വല്ലാത്തൊരു സ്മെല്ലാട്ടോ.
ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളിതിനകത്ത് പിന്നെ 6 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് 9 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ചിട്ട് ഇതൊരു 2 വിസിലടിക്കണോളം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്കിത് വിസിൽ വരുന്നവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 2 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ എയർ ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് കൈയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മധുഹൂത് 2 വിസിലടിച്ചു കഴിഞ്ഞു. നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന എയർ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചേക്കണ റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും തീ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വിസിലടിക്കണോളം വരെ നമുക്ക് വെക്കണ്ട. ചെറുതായിട്ട് എയർ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മധുഹൂത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൈസ് ഇട്ട് വെച്ച് ഒരു വിസിൽ അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി. നമുക്ക് തുറന്നു നോക്കാം. സാധനം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം എല്ലാവർക്കും കൂടെ. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം. ആരും പോരെ, ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഉപ്പ് പൂ പോലെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു മനോഹരമായൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം.